ഇത്തരം കുറ്റവാളികൾക്ക് അനുകൂലമായ ഒരു നിയമമൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിന്റെ വാട്സപ്പ് സന്ദേശമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതെ അതെ. ആ വാട്സപ്പ് സന്ദേശത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ രണ്ടാമത് ഗർഭിണിയാണ്, നൗഫൽ എന്റെ വയറ്റിൽ കുറെ ചവിട്ടി, എനിക്ക് വേദനിച്ചു. എന്തിനാണ് ഗർഭിണിയായ ഒരു സ്ത്രീയെ ചവിട്ടുന്നത്? ആ ഗർഭം അത് വേണ്ട എന്ന് ഹസ്ബൻഡ് തീരുമാനിച്ച് അവളെ ഉപദ്രവിക്കുകയാണ്. നമ്മുടെ ഭാരതീയ ന്യായസംഹിതയിലെ സെക്ഷൻ 85 മുതൽ 90 വരെയുള്ള സെക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി ഇത്തരത്തിലുള്ളവരെ എങ്ങനെ ശിക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടിയുടെ ഈ വാട്സപ്പ് സന്ദേശം കൃത്യമായൊരു തെളിവാണ്. അവര് മാത്രമല്ല, അതായത് ഹസ്ബൻഡ് മാത്രമല്ല, ഹസ്ബൻഡിന്റെ മാതാവും ഇതിൽ പങ്കാളി തന്നെയാണ്. ഇനി ഇവരുടെ നേരത്തെ ഉള്ള പരാതികൾ, നേരത്തെയുള്ള ചർച്ചകളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ കൂടുതൽ സ്ത്രീധനത്തിന് വേണ്ടി ആയിരുന്നോ ഇത്തരം പീഡനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സന്ദേശം നമ്മെ തരുന്ന ഒരു വാർത്ത, ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് ഉമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യ ഗർഭിണിയായി പ്രസവിച്ചു കാണും, രണ്ടാമത് ഈ സ്ത്രീ വീണ്ടും ഗർഭിണിയായപ്പോൾ ഉണ്ടായ ഉപദ്രവമാണിത്. ഇത് വളരെയധികം സീരിയസ് ആയിട്ട് തന്നെ നമ്മുടെ പൊതുസമൂഹവും കാണേണ്ടതാണ്. കൂടുതൽ സ്ത്രീധനം കൊടുത്ത് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കുക, അവിടെ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും സ്ത്രീധനം ചോദിച്ച് ആക്രമിക്കുക, ആ അക്രമത്തിന് ഇടയ്ക്ക് പോയി പെൺകുട്ടിയുടെ ജീവിതമാണെന്ന് കരുതി വീണ്ടും പണം കൊടുക്കുക, വീണ്ടും പണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അക്രമം അഴിച്ചു വിടുക. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു നിയമത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയല്ല. എത്രയോ വർഷങ്ങളായി നാം ഇത് കാണുന്നതാണ്. നമ്മുടെ കൺമുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പെൺകുട്ടികൾ എത്ര പേരാണ് ഭർത്താവിന്റെ വീട്ടിൽ മരണമടഞ്ഞിട്ടുള്ളത്, എത്ര പേരാണ് തീ വെന്ത് മരിച്ചിട്ടുള്ളത്, എത്ര പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, എത്ര പെൺകുട്ടികളാണ് കൊലപാതകത്തിന് ഇരയായി മാറിയത്. അപ്പൊ ഇത് ഒരു സീരിയസ് ആയിട്ട് തന്നെ പൊതുസമൂഹം കാണേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തു. ഹസ്ബൻഡ് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിൽക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും സാർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കുറേയധികം ഉദാഹരണങ്ങൾ ഈ അടുത്ത് തന്നെ വിഭജിക്കുക, അതില്ല, ഇത്തരത്തിൽ കുറേയധികം പേരുകൾ നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് നമ്മൾ വാർത്തകളിലെല്ലാം കാണുന്നത്. പക്ഷേ എത്രത്തോളം ഈ ഒരു വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും മലയാളികൾക്കിടയിൽ ഒരു പ്രവണത കൂടി വരുന്ന ഒരു സ്ഥിതി വിശേഷം തന്നെയുണ്ട്. ഇതിലൊക്കെ ഈ ഒരു വിവാഹമൊക്കെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കോമൺ ഫാക്ടർ, ഇവരുടെയൊക്കെ ഫോട്ടോ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. സാർ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീധനം, ഒരുപാട് സ്വർണ്ണമിട്ട്, കഴുത്തു മൂടിയുള്ള ഒരു സ്വർണ്ണമിട്ട് വീട്ടുകാർ അവരെ അയക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായും വീട്ടുകാരുടെ ഉത്തരവാദിത്വം ഇതിലുണ്ട്. മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് ചിന്തിക്കാതെ സ്ത്രീധനം ഇപ്പോൾ ചോദിക്കുന്നത് നിയമവ്യവസ്ഥയല്ല, എന്നാൽ പോലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുന്നു എന്നാണ് കണക്ക്. പക്ഷേ ഈ കണക്കുകളൊക്കെ തെറ്റുന്ന ഒരു സമയമുണ്ട്. മധുവിധുവൊക്കെ കഴിഞ്ഞതിന് ശേഷം ലോണ്, EMI അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ബാധ്യതകൾ എടുത്തു വെക്കുന്ന കുടുംബത്തിലാണ് മിക്കപ്പോഴും ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നത്. അത് മറ്റു തലങ്ങളിലേക്ക് എത്തുകയാണ്. നമ്മൾ പറയുകയാണെങ്കിൽ സ്വർണ്ണക്കടയിലെ സ്റ്റോക്ക് തീരുമ്പോൾ അങ്ങ് അവിടെ മറ്റൊരു തലത്തിൽ അവരുടെ കുടുംബാന്തരീക്ഷവും മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ മലയാളികൾക്കൊന്ന് മാറി ചിന്തിക്കാൻ പറ്റുക? നിയമവ്യവസ്ഥ കൂടുതൽ കർശനമാകേണ്ടേ? കാരണം ഓരോ ആളുകൾക്കിടയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ? നമ്മൾ ഈ നിയമത്തെ മാത്രം കുറ്റം പറയുകയും നിയമസംഹിത കൃത്യമായി ഇടപെടുന്നില്ല എന്നൊക്കെ പലപ്പോഴും പറയുമ്പോൾ നമ്മളുടെ രീതികൾ കൂടെ മാറണം, നമ്മളുടെ ചിന്തകൾ മാറണം. നോക്കൂ, ഇവിടെ കല്യാണങ്ങൾ എത്ര ആർഭാടപൂർവമാണ് മലയാളികൾ കല്യാണം നടത്തുന്നത്. ഈ വിവാഹം നടത്തുന്നത് ആർഭാടപൂർവം മാത്രമല്ല, അതാണ് തങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത പണം വാങ്ങി ഈ വിവാഹം നടത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തോളം ചുറ്റുമാണ് എന്നുള്ളത് ഇവരാരും ചിന്തിക്കുന്നില്ല. നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, എന്റെ ഇത്രയും നാളത്തെ ഈ നിയമ സംവിധാനവുമായുള്ള എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ഒരു പുരുഷനും ഒരു നവ വരനും വിവാഹം കഴിക്കുന്ന സമയം സാമ്പത്തികമായി സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരാളല്ല. ഇത് പെൺകുട്ടിയുടെ വീട്ടുകാർ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അവന്റെ ജീവിതം തുടങ്ങുന്ന സമയത്താണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത്. ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ ഈ സ്വർണവും പണവും ഇതൊക്കെ കാണുമ്പോൾ എടുത്ത് ചെലവാക്കാനുള്ള പ്രവണത, വ്യഗ്രത ഇവർക്കുണ്ടാവുകയാണ്. ഇതുണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ വീണ്ടും ഈ പണം ആവശ്യപ്പെടുകയാണ്. വീണ്ടും ആവശ്യപ്പെടുമ്പോൾ വീണ്ടും കൊടുക്കാൻ ഇവർ തയ്യാറാകണം. വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ ഒരു പുരുഷനെ കണ്ടെത്തിയാൽ മാതാപിതാക്കൾ അടിയന്തരമായി ചെയ്യേണ്ടത് അവർക്ക് പണവും പൊന്നും കൊടുക്കുക എന്നുള്ളതല്ല എന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കണം.
പണം കൊടുത്ത് ഒരു നല്ല ജോലിയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ശമ്പളം വാങ്ങിക്കുന്ന ഒരു പുരുഷനെ കണ്ടെത്താൻ, ഒരു മരുമകനെ കണ്ടെത്താൻ ഈ മാതാപിതാക്കളുടെ വ്യഗ്രത നിങ്ങൾ നോക്കണം. സർക്കാർ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ചോദിക്കുകയാണ്, ഇടപെട്ട് നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പ്രതിസ്ഥാനത്തുള്ളവർക്ക് എത്രത്തോളം കടുത്ത ശിക്ഷയായിരിക്കും നിയമവ്യവസ്ഥയിൽ നിലനിൽക്കാൻ പോകുന്നത്? കാരണം ഒരു കുഞ്ഞ് വയറ്റിലുള്ളപ്പോഴാണ് ആ ഒരു സ്ത്രീ ജീവൻ ഒടുക്കുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. സെക്ഷൻ 90 എടുത്ത് പരിശോധിച്ചാൽ മതി. BNSന്റെ സെക്ഷൻ 90 എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു പെൺകുട്ടി ഗർഭിണിയായിരിക്കുമ്പോൾ ആ ഗർഭം മിസ്കാരേജ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അത് 10 വർഷം വരെ കുറ്റകൃത്യമായ ഒരു കുറ്റമായിട്ടാണ് ഈ നിയമം കാണുന്നത്. അതുമാത്രമല്ല, ഈ പീഡനം ഒരു പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാനുള്ള നിയമസംഹിതയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇനി കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഈ പെൺകുട്ടി ഈ ദാരുണമായ അന്ത്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനും കുറ്റകരമായ ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളെല്ലാം, ഈ സെക്ഷനുകളെല്ലാം ഈ BNSലുണ്ട്. എന്തായാലും സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ കാണത്തുള്ളൂ. എന്തായാലും ജീവപര്യന്തം തടവ് വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഭർത്താവിന്റെ വീട്ടുകാരും ഇപ്പോൾ പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. സർ, ഒരു കാര്യം കൂടെ, ഈ അക്രമത്തെ അതിജീവിക്കുന്നവരും ഇതിനിടയിലുണ്ട്. അവർക്കായി കൗൺസിലിംഗ്, നിയമസഹായം, ആരോഗ്യ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുക എന്ന് തന്നെയല്ലേ പ്രധാനമായും ഭരണകൂടം നടപ്പിലാക്കേണ്ട ഒരു കാര്യം? ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ എങ്ങനെ ഭർത്ത വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അവരെ സഹായിക്കാനുള്ള നിയമ ബോധന സെല്ലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സഹായിക്കുന്ന പോലീസ് സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സഹായിക്കുന്ന വനിതാ സെല്ലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് എത്രത്തോളം ആളുകൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് പലപ്പോഴും മൂടിവെക്കുകയും ഇത് പലപ്പോഴും ആളുകളെ അറിയിക്കാതെ കൊണ്ടു നടക്കുകയും അത് കുടുംബത്തിന് നാണക്കേടാന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇതിന് പ്രശ്നമുണ്ടായി മാറുന്നത്. ഇത് അവസാനം ഇത്തരത്തിലുള്ള ദാരുണമായ അന്ത്യത്തിലേക്ക് കടക്കുമ്പോഴാണ് പലപ്പോഴും ഇത് ചർച്ചയാവുന്നത്. ഈ ചർച്ച വരുമ്പോൾ അടുത്ത ഒരു മരണം വരെയുള്ള ചർച്ച എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ പിന്തുടരുന്നത്. ഇതിന് ആത്യന്തിക സ്ത്രീധനം കൊടുക്കുന്നതിനെ കുറിച്ചും സഹായിക്കുന്നതിനെ കുറിച്ചും നമ്മുടെ ഉണ്ടാകുന്നിടത്തോളം എല്ലാവരും ഇത്തരം ചർച്ചകൾ ഇനിയും ആവർത്തിക്കൊണ്ടേയിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.